ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമായിരിക്കുന്നല്ലേ? നല്ല സന്തോഷം. നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? 12 എണ്ണം അല്ലേ? ഇന്ന് 13ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു. എന്താണ് പാഠത്തിൻ്റെ പേരെന്ന് നോക്കിയായിരുന്നോ? അതിന് കഴിഞ്ഞ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ സഭയുടെ 4 ലക്ഷണങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിനകത്ത് എത്ര ലക്ഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞു? എത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു? 2 എണ്ണം കഴിഞ്ഞു. ഇനി 3ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഏതൊക്കെയാണ് പഠിച്ചത്? സഭ ഏകമാണ്, പിന്നെ സഭ പരിശുദ്ധമാണ്. ഈ 2 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഏതായിരിക്കും പഠിക്കുന്നത്? നോക്കിയായിരുന്നോ? സഭ ശ്ലൈഹികമാണ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സഭയെ മുഴുവനും നമ്മുടെ ദിവസത്തെ മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലേ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ എല്ലാവരും. കൈകൾ കൂപ്പി കണ്ണടച്ച് നിന്നേ. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. സഭയെ സ്നേഹിക്കുവാനും സഭയ്ക്കു വേണ്ടി ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ. ഇരുന്നോളൂ. സഭ ശ്ലൈഹികമാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സഭ ശ്ലൈഹികം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നത്? ശ്ലൈഹികം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കണ്ടായിരുന്നല്ലോ. എന്താണ്? ശ്ലീഹന്മാരുടെ പിന്തുടർച്ച അല്ലേ? ശ്ലൈഹികം, അതായത് അപ്പസ്തോലന്മാർ, ആ ഒരു വാക്കാണ്. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഈശോ എങ്ങനെയാണ് ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തത്? ഈശോ ആരെയായിരുന്നു തിരഞ്ഞെടുത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? എത്ര പേരായിരുന്നു ഈശോയുടെ അപ്പസ്തോലന്മാർ? 12 പേര്. അവർ വെറുതെ ഈശോയുടെ കൂടെ ചേർന്ന് നടന്നവരാണോ? അല്ല. അത് ബൈബിളിൽ അതിനുള്ള തെളിവുണ്ട്. നമുക്കൊന്ന് ബൈബിൾ വായിച്ച് നോക്കാം. ജസ്റ്റ് പറയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3, ഒന്നെടുത്ത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3, 13 മുതലുള്ള വചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേരു നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന് പേരു നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദ്ദേവോസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയാത്ത. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ വായിച്ചു കേട്ടത്? അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ആദ്യം തന്നെ കണ്ടാലോ? ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ വീഡിയോ കണ്ട് ഈ വചനമാണ്, ജസ്റ്റ് വായിച്ച വചനമാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് കാണുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ. അപ്പം മനസ്സിലാകും ഈശോ എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതെന്ന്. ഒന്ന് നോക്കിക്കേ വീഡിയോ. അതിനുശേഷം യേശു ഒരു മലയുടെ മുകളിൽ കയറി തന്റെ അഭീഷ്ടപ്രകാരം ചിലരെ അടുത്തേക്ക് വിളിച്ചു. അവർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. തന്റെ സഹചാരികളായിരിക്കാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരത്തോടുകൂടി ജനത്തോട് പ്രസംഗിക്കുന്നതിനും 12 പേരെ അദ്ദേഹം നിയോഗിച്ചു. അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് നാമകരണം ചെയ്തു. ഇവരാണ് ആ 12 പേർ. പത്രോസ് എന്ന് യേശു നാമകരണം ചെയ്ത ശീമോൻ, സെബദിയുടെ മകനായ യാക്കോബ്, അയാളുടെ സഹോദരൻ യോഹന്നാൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന് അവർക്ക് യേശു പേരിട്ടു, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ഈസ്കര്യോത്ത് യൂദ. എന്താ വീഡിയോയിൽ കണ്ടത്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3ാമത്തെ അധ്യായത്തിനകത്ത് 13ാമത്തെ വചനം മുതലുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ഈശോ ആദ്യം ഭാഗം സിസ്റ്റർ പറഞ്ഞു തരാം. സാപത്തിൽ രോഗശാന്തി നൽകുന്നതും, അതായത് കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നതും,
പിന്നെ തടാകത്തിൻ്റെ കരയിലിരുന്നു കൊണ്ട് വഞ്ചിയിൽ കയറി ഈശോ പഠിപ്പിക്കുന്നതും ആ സമയത്ത് മുഴുവനും ഈശോയുടെ ചുറ്റും നിറയെ ആൾക്കാരാണ്. എല്ലാവരും തിങ്ങിക്കൂടി ഈശോയെ കാണാനും ഈശോയിൽ നിന്നും സൗഖ്യം മേടിക്കാനും ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ട് നിറയെ ആൾക്കാർ ഈശോയുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ഈശോ തിരഞ്ഞെടുത്തോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു ഈശോ? പിന്നെ അവൻ മലമുകളിലേക്ക് കയറി, അതായത് ഏകമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ആരെ അടുത്തേക്ക് വിളിച്ചത്? ഇഷ്ടമുള്ളവരെ. ഈശോ തിരഞ്ഞെടുക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ തിരഞ്ഞെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രസംഗിക്കാൻ അയക്കുന്നതിനും വചനം പിശാചികളെ ബഹിഷ്കരിക്കുന്നതിനും അതിനൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ അവരെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് 12 പേരുടെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് വായിച്ചു അല്ലേ? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരാണ് ഇവർ. കൂടെ ആയിരിക്കാൻ വേണ്ടി, വചനം പ്രഘോഷിക്കാൻ വേണ്ടി, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടി, അതായത് രോഗസൗഖ്യവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള അധികാരമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ശ്ലീഹന്മാരാണ് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്. അതെങ്ങനെയാണ് ശ്ലീഹന്മാർ അടിസ്ഥാനമിട്ടത്? നമ്മളതിനു മുമ്പുള്ള പാഠങ്ങളിലൊക്കെ കണ്ടായിരുന്നല്ലോ. ശ്ലീഹന്മാരുടെ വിശ്വാസവും അവരുടെ പ്രഘോഷണവും ഒക്കെയാണ് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്. നമുക്ക് നോക്കാം. അതായത് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ശ്ലൈഹികമായ അടിസ്ഥാനത്തിന്മേൽ, അടിത്തറയിന്മേലാണ് സഭ പണിതുയർത്തപ്പെട്ടത്. അതായത് അപ്പസ്തോലന്മാരും, അതിനൊരു വചനമുണ്ട്. എഫേസോസുകാരുടെ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-21 വചനം, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അടിത്തറയുടെ പ്രധാനപ്പെട്ട കല്ല് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, വീട് പണിയുമ്പോഴൊക്കെ ആദ്യം തറ കെട്ടും അല്ലേ? അതിനകത്തൊരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അത് ഈ അടിത്തറയുടെ മൂലക്കല്ല് എന്ന് പറയുന്നത് മിശിഹായാണ്. ബാക്കി ഈ 12 കല്ലുകളിന്മേലാണ് പണിതുയർത്തപ്പെട്ടത് നമ്മുടെ സഭ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. മിശിഹാ സംഭവത്തിൻ്റെ, അതായത് മിശിഹാ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെയാണ് മിശിഹാ സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളാണ്, അതായത് നേരിൽ കണ്ടവരാണ് അപ്പസ്തോലന്മാർ. ഈ മിശിഹാ സംഭവം നേരിൽ കണ്ടവരും എന്നിട്ട് അവരത് വിശ്വസിക്കുക മാത്രമല്ല അവരത് പ്രഘോഷിച്ചു. അതായത് ഈശോ രക്ഷകനാണ്, ഈശോ ദൈവമാണ് എന്നുള്ളത് അവർ വിശ്വസിക്കുകയും അവരത് ഏറ്റുപറയുകയും ചെയ്തു. ഇങ്ങനെ ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഇവർ സാക്ഷികളായി തീർന്നു. ഈ ഒരു അപ്പസ്തോലന്മാരുടെ പ്രഘോഷണത്തിന്മേൽ, അവരുടെ വിശ്വാസത്തിന്മേൽ അടിസ്ഥാനമിട്ട ഒന്നാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് നമ്മൾ എത്ര പോയിന്റുകൾ കാണുന്നു? 9 പോയിന്റാണ് ഈ പാഠത്തിൽ നമുക്ക് കാണുവാനുള്ളത്. നമ്മൾ ആദ്യം കാണുന്നത്, ആദ്യത്തെ ക്ലാസ്സിൽ ശ്ലീഹന്മാരുടെ വിശ്വാസ അനുഭവം എന്തായിരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ദൗത്യങ്ങൾ എന്തായിരുന്നു, പ്രബോധനങ്ങൾ എന്തായിരുന്നു, ശ്ലീഹന്മാരും സഭാ സമൂഹവും എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. നമുക്ക് നോക്കാം വിശ്വാസ അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്ലീഹന്മാരുടെ വിശ്വാസാനുഭവം എങ്ങനെയാണ്? അവർ ഈശോയിൽ നിന്നും നേരിട്ട് സ്വീകരിച്ചവരാണ് അല്ലേ? നമ്മളൊക്കെ കേട്ട് വിശ്വസിക്കുന്നു, പക്ഷേ ഈശോയുടെ കൂടെ നടന്നവർക്ക് നേരിട്ട് അനുഭവമുണ്ടല്ലേ? അങ്ങനെ ഈ നേരിട്ട് സ്വീകരിച്ചവരാണ് അപ്പസ്തോലന്മാരെന്ന് നമ്മൾ കണ്ടു. അവരുടെ വിശ്വാസാനുഭവം നമുക്ക് 2 ശ്ലീഹന്മാരുടെ പ്രഘോഷണം എടുത്തുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടായിരുന്നല്ലോ വലിയൊരു വിശ്വാസ പ്രഘോഷണം, ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടായിരുന്നല്ലോ. ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ശ്ലീഹന്മാരോടാണ് ചോദിച്ചത്. ജനങ്ങൾ, ആൾക്കാരൊക്കെ ഞാൻ ആരാണെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ അവരെന്താ പറഞ്ഞത്? ശ്ലീഹന്മാർ, നീ ജെറമ്യായാണ്, ഏലിയായാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, സ്നാപക യോഹന്നാനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പം ഈശോ അതിനകത്തൊന്നും തൃപ്തിപ്പെടാതെ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പം അവരെന്താ പറഞ്ഞത്? അതായത് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ ചോദിക്കുമ്പം അതിന് ഉത്തരം ആരായിരിക്കും പറയുന്നത്? അതിന് നിയുക്തനായിരിക്കുന്നത് ആരാണ്? ആ ലീഡർ അല്ലേ? ലീഡർ ഇവരുടെ പ്രതിനിധിയായിട്ട് പറയുന്നു. അപ്പം അപ്പസ്തോലന്മാരെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ട് പത്രോസ്ലീഹ ഒരു വചനം പറഞ്ഞു. എന്താ പറഞ്ഞത്? മിടുക്കര്, എന്താണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഒരു വചനം പറഞ്ഞു ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നമ്മൾ അഭിമാനിക്കുന്ന ഒരു സ്ലീഹായുണ്ടല്ലോ. ആരാത്?
മാർത്തോമാ ശ്ലീഹായ് അല്ലേ? മാർത്തോമാ ശ്ലീഹായ്ക്ക് വലിയൊരു സാക്ഷ്യമുണ്ട്. എന്താണത്? ഈശോയുടെ മുറിവുകളിൽ സ്പർശിക്കാനും ആ ഒരു അനുഭവം കിട്ടിയ ഒരു ശ്ലീഹായായിരുന്നു മാർത്തോമാ ശ്ലീഹ. എന്നിട്ട് പറഞ്ഞത് എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഒരു വചനമാണ് മാർത്തോമാ ശ്ലീഹായുടെ വലിയ വിശ്വാസ പ്രഘോഷണമായിട്ട് നമ്മൾ കാണുന്നത്. ഇവർ രണ്ടുപേരും ശ്ലീഹന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഈ ഒരു വിശ്വാസ സാക്ഷ്യമാണ്. അതായത് ഇങ്ങനെയുള്ള ഈശോ കർത്താവാണ്, ഈശോ രക്ഷകനാണ്, ഈശോ ദൈവമാണ് എന്നിവർ അനുഭവിച്ചറിഞ്ഞു. ഇത് അനുഭവിച്ചറിയുക മാത്രമല്ല ചെയ്തത്, അവരത് പ്രഘോഷിച്ചു. ഈശോയോട് തന്നെ പറഞ്ഞു. ഇനി മാത്രമല്ല, ഈശോ രക്ഷകനാണ്, ദൈവമാണ് എന്നുള്ളത് ഇവരുടെ അനുഭവം ലോകം മുഴുവനും ഇവർ പോയി പറഞ്ഞു. ഇങ്ങനെ ഈ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ അവരുടെ പ്രഘോഷണത്തിന്മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അതാണ് ഇവരുടെ വിശ്വാസാനുഭവം എന്ന് പറയുന്നത്. എന്താണ് അവരുടെ വിശ്വാസാനുഭവം? ഈശോയിൽ നിന്നും നേരിട്ട് സ്വീകരിച്ച് ഈശോ ദൈവമാണ്, കർത്താവാണ്, ജീവിക്കുന്ന ദൈവമാണ് എന്നൊരു അനുഭവം ഇവർക്ക് ലഭിക്കുകയും ആ അനുഭവം വയ്ക്കുക മാത്രമല്ല, അവരത് പ്രഘോഷിച്ചു. ഈ പ്രഘോഷണം സ്വീകരിച്ചവരെന്ത് ചെയ്തു? ആ ഒരു വിശ്വാസാനുഭവത്തിന്മേൽ വന്നു. അങ്ങനെ സഭ രൂപം കൊണ്ടു. ഇങ്ങനെയാണ് സഭ രൂപം കൊണ്ടത്. ഇവരുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്ലീഹന്മാരുടെ ദൗത്യങ്ങൾ. അതിനു മുമ്പ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു. ആ സമയത്ത് ദൈവം എന്താ ചെയ്തത്? വെറുതെ, നമുക്കറിയാം, ഒരു ചെറിയ ജീവി പോലും അതിനെ നയിക്കാൻ വേണ്ടി ഒരാളുണ്ടാവും അല്ലേ? നമുക്കറിയാം, ഉറുമ്പ് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ്? ഉറുമ്പിനൊരു ലീഡർ ഉണ്ടാവും, അതിൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ തേനീച്ചയ്ക്ക് ഒരു റാണി ഉണ്ടാവും അല്ലേ? ഈ ഒരു റാണിയുടെ ചുറ്റുമാണ് ഇവർ മുഴുവൻ കൂടി നിൽക്കുന്നത്. അങ്ങനെ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം ചില നേതാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ചില ഉത്തരവാദിത്വങ്ങൾ നൽകി. എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളായിരുന്നു? അവരെ തിരഞ്ഞെടുത്തവർ പ്രവാചകന്മാരുണ്ടായിരുന്നു, പിന്നെ പുരോഹിതരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവരുടെ ലീഡർഷിപ്പിലാണ്, ഇവരുടെ നേതൃത്വത്തിലാണ് അവർ മോചനം നേടിയത്. നമുക്ക് നോക്കാം, ഈ പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളത്. അവർ ദൈവനാമത്തിൽ പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ. ഇനി പുരോഹിതന്മാരോ? അവർ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ബലികൾ അർപ്പിച്ചു. രാജാക്കന്മാരെന്ത് ചെയ്തു? ആ രാജാവിൻ്റെ കടമ എന്താ? ശത്രു സൈന്യത്തിൽ നിന്നും രക്ഷിക്കുക അല്ലേ? അതായത് ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ മുഴുവൻ രക്ഷിച്ചു. അതായത് ഇസ്രായേലിനെ മുഴുവൻ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ് രാജാക്കന്മാർ ചെയ്തത്. ഇനി നമുക്ക് നോക്കാം, ഈ 3 കാര്യങ്ങളും മുഴുവൻ സമ്മേളിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാത്? പഴയ ഇസ്രായേലും പുതിയ ഇസ്രായേലും. പുതിയ ഇസ്രായേലിലേക്ക് വരുമ്പം ഈ 3 കാര്യങ്ങളും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നമ്മുടെ ഈശോ അല്ലേ? ഈശോയിൽ ഈ 3 കാര്യങ്ങളും, അതായത് പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ ഈശോയിൽ മുഴുവനും സമ്മേളിച്ചിരുന്നു. അതെങ്ങനെ ഈശോയിൽ ഈ 3 കാര്യങ്ങളും സമ്മേളിച്ചത്? ഈശോ ഒരു പ്രവാചകൻ, അതായത് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചു, പ്രബോധനങ്ങൾ നൽകി, നമ്മുടെ തെറ്റുകൾ തിരുത്തി, സത്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിച്ചു അല്ലേ? അതുപോലെ തന്നെ ഈശോ പുരോഹിതനായിരുന്നു, അതിനൊരു സംശയവുമില്ലല്ലോ. തന്നെ ബലിയർപ്പിച്ചവനാണ് ഈശോ. കാൽവരിയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. നമ്മളത് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ രാജാവായിരുന്നു ഈശോ. രാജാവല്ലേ? പീലാത്തോസ് ചോദിച്ചപ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ രാജ്യം ഐഹികമല്ല, അതായത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെ കിരീടമൊന്നും അണിഞ്ഞ രാജാവല്ല. ഈശോ ദൈവത്തിൻ്റെ രാജാവാണ്, അതായത് സ്വർഗരാജ്യത്തിൻ്റെ രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ് ഈശോ എന്നുള്ളതാണ്. ഇനി ഈശോയിൽ ഈ 3 ദൗത്യങ്ങൾ സമ്മേളിച്ച് കഴിഞ്ഞപ്പം ഈശോ എന്ത് ചെയ്തു? ഈ 3 ദൗത്യങ്ങളും താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് നൽകി. ഈ 3 പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ ഈശോ തന്നിൽ തന്നെ തീർത്തില്ല, അത് താൻ തിരഞ്ഞെടുത്ത തൻ്റെ പിൻഗാമികളായിരിക്കുന്ന അപ്പസ്തോലന്മാർക്ക് നൽകി. ഈ അപ്പസ്തോലന്മാർ ഈ ദൗത്യങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചതെന്ന് നമുക്ക് നോക്കാം. അവർ പഠിപ്പിച്ചു അല്ലേ? ഈശോയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചു. ആ വിശ്വാസം അവരെന്ത് ചെയ്തു? ലോകം മുഴുവനും അവരെ കൊണ്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവർ പഠിപ്പിച്ചു. അവരവരുടെ പ്രബോധനങ്ങൾ നൽകി. ആ ഒരു ദൗത്യം, പ്രവാചക ദൗത്യം, അങ്ങനെ അവർ നിർവഹിച്ചു. ഇനി ജനത്തെ വിശുദ്ധീകരിച്ചു, അവരുടെ പാപങ്ങളിൽ നിന്നും പിന്മാറാൻ പറഞ്ഞ് അങ്ങനെ ജനത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു പുരോഹിത ദൗത്യം അവർ നിർവഹിച്ചു. രാജകീയ ദൗത്യമോ? ഒരു ലീഡർഷിപ്പ് നൽകി, അതായത് ഒരു ഇടയനെടുത്ത ദൗത്യം അല്ലേ? നമ്മുടെ വൈദികരെ നമുക്കറിയാം, അവർ തങ്ങളുടെ രാജകീയ ദൗത്യം എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ഒരു ഇടയനായിരുന്നു കൊണ്ട് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പസ്തോലന്മാർ ഈ ഒരു ദൗത്യം മുഴുവനും 3 ദൗത്യങ്ങളും നിർവഹിക്കുകയും അത് സഭയിൽ നൽകുകയും ചെയ്തു.
ഇനി അപ്പസ്തോലന്മാരുടെ കാലശേഷം ആരാണ് ഈ ദൗത്യം നിർവഹിച്ചത്? ആരാണ് അപ്പസ്തോലന്മാരുടെ കാലശേഷം ദൗത്യം നിർവഹിക്കുന്നത്? അതായത് സ്ലീഹന്മാരുടെ പിൻഗാമികൾ ആരാണ്? ആ മെത്രാന്മാർ, മിടുക്കരാണ്. സ്ലീഹന്മാരുടെ പിൻഗാമികൾ മെത്രാന്മാരാണ്. അവരാണ് ഈ ദൗത്യം ഇപ്പോൾ പിന്തുടരുന്നത്, മെത്രാന്മാരാണ്. ഇങ്ങനെ ഇവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചു. ഇനി നമുക്ക് നോക്കാം സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ അതെന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. സ്ലീഹന്മാർ അവരുടെ പ്രബോധനങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചത്? ആരെ സ്വീകരിച്ചുകൊണ്ടാണ് നിർവഹിച്ചത്? ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടി അവർ ധീരന്മാരാവുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചത്? ഇവർ പറഞ്ഞു, യൂതന്മാർ കുരിശിൽ തറച്ചു കൊന്ന രക്ഷകനായ മിശിഹായെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അത് വെറുതെയല്ല, പിതാക്കന്മാരുടെ ദൈവം ഈശോയെ ഉയർപ്പിച്ചു. ഈ ഒരു കാര്യമാണ് അവർ അവർ വളരെ ശക്തിയോടുകൂടി ധീരന്മാരായിരുന്നു കൊണ്ട് പ്രഘോഷിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സത്യത്തിന് സ്ലീഹന്മാർ സാക്ഷ്യം നൽകി. അതായത് കുരിശിൽ തറയ്ക്കപ്പെട്ട് യഹൂദ ദൃഷ്ടിയിൽ ശപിക്കപ്പെട്ടവനായി മരിച്ച ഈശോയെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചുവെന്നും കർത്താവ് എന്ന ഉന്നത നാമം നൽകി എന്നും ഉള്ള കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു. എന്തായിരുന്നു പഠിപ്പിച്ചത്? യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ അവർ നോക്കും, യഹൂദന്മാർ എങ്ങനെയാണ് ഈശോ ഒരു നീചനായിരുന്നെന്നും ദൈവദൂഷണം പറയുന്നവനായിരുന്നെന്നും ഒക്കെ കണ്ട് ഈശോയിൽ കുരിശിൽ തറച്ചു കൊന്നു. ആ ഈശോയെ, ശപിക്കപ്പെട്ടവനായിട്ട് മനുഷ്യരുടെ മുൻപിൽ കാണപ്പെട്ട ഈശോയെ ദൈവം ഉയർപ്പിച്ചുവെന്നും മാത്രമല്ല കർത്താവ് എന്ന ഉന്നത നാമം അവന് നൽകി എന്നും ഉള്ള സാക്ഷ്യം, ഈ ഒരു വിശ്വാസം അവർ പ്രഘോഷിച്ചു. ഇങ്ങനെ മിശിഹായിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ നാമം ഏറ്റുപറയുന്നവരുമാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് സ്ലീഹന്മാർ പോയി പറഞ്ഞു. ഈ ഒരു മിശിഹായിൽ, അതായത് ശപിക്കപ്പെട്ടവനായി മരിച്ച ഈശോ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു, എന്നിട്ട് കർത്താവ് എന്ന ഉന്നത നാമം നൽകി. ഈ നാമത്തിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ രക്ഷയിൽ വിശ്വസിച്ച് വിശ്വാസം സ്വീകരിക്കുന്നവരാണ്, അതായത് രക്ഷകനായി ദൈവത്തെ ഏറ്റുപറയുന്നവരാണ് രക്ഷ പ്രാപിക്കുക എന്നുള്ള കാര്യം സ്ലീഹന്മാർ പ്രഘോഷിക്കാൻ തുടങ്ങി. നമുക്ക് നോക്കാം സ്ലീഹന്മാരും സഭാ സമൂഹവും എങ്ങനെയായിരുന്നുവെന്ന്. സ്ലീഹന്മാർ എവിടെയൊക്കെ പോയി പ്രസംഗിച്ചു? നമുക്കറിയാമല്ലേ, നമ്മൾ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പാട്ട് പാടി കേട്ടിട്ടുണ്ടല്ലോ, എഴുതി നരകുല രക്ഷകനാം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അതിനകത്ത് എവിടെയൊക്കെയാണ് കണ്ടേക്കുന്നത്? യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലേ. അതായത് സുവിശേഷകന്മാർ ഓരോ സഭയ്ക്ക് സുവിശേഷം എഴുതി അത് ലോകം മുഴുവൻ നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ട് വന്നിട്ടുള്ളവരാണ്. നമുക്ക് നോക്കാം അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു. നമുക്കറിയാം ഇന്ത്യയിലും പേർഷ്യയിലും വന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആരാത്? അത് നമ്മുടെ അപ്പസ്തോലനല്ലേ. ആരാത്? മാർ തോമാ ശ്ലീഹ. ഇന്ത്യയിലും പേർഷ്യയിലും വന്ന്, അതായത് പൗരസ്ത്യ നാട്ടിലേക്ക് വന്ന് വചനം പ്രഘോഷിച്ചവനാണ് തോമാ ശ്ലീഹ. അതുപോലെ തന്നെ മറ്റ് സ്ലീഹന്മാരെല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഈശോയെ പ്രഘോഷിച്ചു. നമുക്ക് നോക്കാം, ഈ സ്ലീഹന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരുണ്ട്. ഇവർ പോയി പ്രഘോഷിച്ചു. ഒന്നാമത്തെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ തന്നെ 3000 പേര് സ്നാനപ്പെട്ടു നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെ സ്ലീഹന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരും വെറുതെ ഇരുന്നിട്ടില്ല. അവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ഈശോയെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീർന്നു. പേടിച്ച് അരണ്ട് മാറി നിന്നിട്ടില്ല. നമുക്ക് അപ്പസ്തോലന്മാരുടെ ഭാഗം വായിക്കുമ്പോൾ അറിയാം. സിസ്റ്റർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പസ്തോലന്മാരുടെ പുസ്തകം വായിക്കണമെന്ന്. വായിച്ചിട്ടുണ്ടായിരുന്നോ? വായിച്ചുവല്ലേ? നല്ല രസമില്ലേ അത് വായിക്കുമ്പം? നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ആദിമ സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ കണ്ടില്ലേ. അതായത് അവർക്ക് ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പോലും അവർ അതൊന്നും വകവയ്ക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇവർക്ക് പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ഈ ഒരു സാക്ഷ്യത്തിലേക്ക്, ഈശോയുടെ വിശ്വാസത്തിലേക്ക് അനേകർ വരികയും ചെയ്തു. അങ്ങനെ സ്ലീഹന്മാർ പോയി പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം, അതായത് ശിഷ്യന്മാർ പോയി പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം ഓരോ സഭ രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് സഭ രൂപം കൊണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. മാർ തോമാ ശ്ലീഹ എവിടെ വന്നു? പേർഷ്യയിലും ഇന്ത്യയിലും വന്നു. ഇനി നമ്മൾ കണ്ടു, നമ്മളുടെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ ആരെ ഏറ്റുപറയുന്നു? ആ തോമാ ശ്ലീഹയെ ഏറ്റുപറയുന്നു അല്ലേ. അതായത് ഇവിടെ തോമാ ശ്ലീഹ വന്ന് പ്രസംഗിച്ചതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ പോയി പ്രസംഗിച്ചപ്പോൾ അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അവരാരെ കണ്ടു? ആ ശ്ലീഹന്മാരെ കണ്ടു. റോമിൽ നമുക്കറിയാം പത്രോസ്ലീഹായെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് കാണുന്നു, ലത്തീൻ സമൂഹം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് തോമാ ശ്ലീഹായെ കാണുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്.
ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പിന്തുടർച്ച ഇന്ന് എത്തി നിൽക്കുന്നത് എവിടം വരെയാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? ശ്ലീഹന്മാരുടെ വിശ്വാസാനുഭവവും കണ്ടു, അവരുടെ ദൗത്യങ്ങൾ കണ്ടു, അവരുടെ പ്രബോധനങ്ങൾ കണ്ടു, പിന്നെ സഭ എങ്ങനെ രൂപം കൊണ്ടു എന്ന് കണ്ടല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിതുയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഈശോയെ ദൈവവും കർത്താവുമായിട്ട് വിശ്വസിക്കുകയും അവ ഏറ്റുപറയുകയും മറ്റുള്ളവരിലേക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്ത് അവർ സഭ സ്ഥാപിച്ചു. ഇങ്ങനെയാണ് ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിതുയർത്തപ്പെട്ടത്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ സാക്ഷ്യം എന്തായിരുന്നു? 2 വചനം നമ്മൾ പഠിച്ചു അല്ലേ. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28 വചനമുണ്ട്. തോമാസ് ശ്ലീഹ പ്രഘോഷിച്ചത് എന്തായിരുന്നു? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഒരു 2 വചനം, അതായത് ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഇവർ സ്വീകരിച്ചു എന്നുള്ളത്. ഇനി ഇവരുടെ ദൗത്യം എന്തായിരുന്നു? ഇവരിങ്ങനെ സ്വീകരിക്കുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തു. എന്നിട്ട് അവരത് പ്രഘോഷിച്ചു. അങ്ങനെ ഈശോയിൽ സമ്മേളിച്ച 3 ദൗത്യങ്ങൾ ഈശോ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തു. എന്തൊക്കെ 3 ദൗത്യങ്ങളായിരുന്നു? പ്രവാചക, പുരോഹിത, രാജകീയ ധർമ്മങ്ങൾ ഈശോ ശ്ലീഹന്മാരിലേക്ക് പകർന്നു. അങ്ങനെ അവർ പഠിപ്പിക്കുന്നവരായി, വിശുദ്ധീകരിക്കുന്നവരായി, ഇടയനടുത്ത ധർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങളും അവർ നിർവഹിക്കുകയായിരുന്നു ചെയ്തതല്ലേ. നമുക്ക് നോക്കാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വചനം നിങ്ങളൊന്ന് വായിക്കണം. അതിനകത്ത് നമ്മൾ കണ്ടു ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഇതിൻ്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ വചനഭാഗമാണ്. അതൊന്ന് വായിക്കണം. ഇന്ന് മറന്നു പോകാതെ വായിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏത് വചനം പഠിക്കാം? നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ച വചനമാണ്, എങ്കിൽ കൂടി നമുക്കൊന്നും കൂടി പഠിക്കാം. അത് ഇന്നത്തെ വചനമായിട്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വചനം ആര് പ്രഘോഷിച്ചതായിരുന്നു? പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണം. ഈ വചനം ഇന്ന് കാണാതെ പഠിക്കണം. എന്നിട്ട് എന്നും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതണം. മാത്രമല്ല ഇന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും അടുക്കൽ പോയി ഈ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പപ്പയുടെയും അമ്മയുടെയും വെല്ലുചാച്ചൻ്റെയും ഒക്കെ അടുത്ത് ചെന്നിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈശോയ്ക്ക് ഒരു സാക്ഷ്യം നമ്മൾ വഹിക്കണം. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉത്തരവായിരുന്നു അത് അല്ലേ. ഈശോ എന്നിട്ട് പത്രോസ് ശ്ലീഹായോട് എന്താ പറഞ്ഞത്? മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? സഭയുടെ അധികാരം മുഴുവൻ ഈശോ പത്രോസ് ശ്ലീഹായ്ക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഈ വചനം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പം ഈശോയ്ക്ക് നമ്മളോടും വലിയ ഇഷ്ടം തോന്നും. അങ്ങനെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരോടും ഇക്കാര്യം പറയണം. അതുപോലെ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈശോയെ മനസ്സിലാക്കി അല്ലേ. ഈശോ ദൈവമാണെന്നും ഈശോ കർത്താവാണെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകൻ ഈ ലോകത്തിലില്ല. ഈ ആകാശത്തിന് കീഴിൽ ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഈ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കും. എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കണം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിന്ന് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരോടും ഈ വചനം പറയുന്നത്. ഈ ഒരു തീരുമാനം കൂടി നമുക്കെടുക്കാം. അങ്ങനെ സഭയെ സ്നേഹിക്കാം. ഈ സഭയുടെ ശ്ലൈഹികമായ ലക്ഷണം, സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ പിന്തുടർച്ച എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ഭാഗത്ത് കാണും. ഈ കാര്യങ്ങൾ മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഓർക്കണം. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കുന്നത്. അപ്പം ഈശോ വിളിക്കുമ്പം നമ്മളും ഈശോയുടെ അടുത്തേക്ക് ചെല്ലണം. എപ്പോഴാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്? ചില സമയത്ത് നമുക്ക് തോന്നും അല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ തോന്നിയല്ലേ. ആ സമയത്ത് ഈശോ നമ്മളെ വിളിക്കുന്നതാണ്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കണം. ഈ ഒരു വചനവും നമുക്ക് ഓർക്കാം. എന്നിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സഭയെ മുഴുവനും നമ്മളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ച് അവിടെ ഇരുന്നേ എല്ലാവരും. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവമക്കളായി അങ്ങ് ഞങ്ങളെ വിളിച്ചത് അങ്ങേക്ക് ഞങ്ങളോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളവരെയാണല്ലോ അങ്ങ് അടുത്തേക്ക് വിളിക്കുന്നത്. കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും അങ്ങ് ഞങ്ങളെ അധികാരപ്പെടുത്തി അങ്ങയോട് ചേർത്ത് നിർത്തുന്നു. ഈശോയെ, അങ്ങയെ പിരിഞ്ഞു പോകുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങയെ സ്നേഹിക്കുവാനും കൂടെ ആയിരിക്കുവാനും സഭ മുഴുവനെയും അങ്ങ് ഓരോ നിമിഷവും പ്രാപ്തമാക്കണമേ. പരിശുദ്ധാത്മാവെ,
അങ്ങയുടെ സ്നേഹം കൊണ്ട് സഭ മുഴുവനെയും പൊതിഞ്ഞു നിർത്തണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകം മുഴുവന് വേണ്ടിയും അമ്മയുടെ തിരുക്കുമാരൻ്റെ മുൻപിൽ മധ്യസ്ഥം വഹിക്കുകയും അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.